നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് NIOS +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ 12 ആണ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ട് വേണ്ട ആളുകൾ യൂട്യൂബിൻ്റെ ബയോയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടും. ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നോട്ടൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡിസ്ക്രൈബ് ദി കോമ്പോസിഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. നമ്മുടെ സുപ്രീം കോടതിയുടെ അകത്ത് ആരൊക്കെയാണ് വരുന്നത്? സുപ്രീം കോടതി എന്ന് പറയുന്നത് ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജിമാരും അടങ്ങിയതാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡൻ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം, സുപ്രീം കോടതിയിലെ എത്ര ജഡ്ജിമാരുണ്ട്, ഈ ജഡ്ജിമാർ ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇനി നമുക്ക് രണ്ടാമത് പഠിക്കാനായിട്ടുള്ളത് സുപ്രീം കോടതിയുടെ റോള്, പവേഴ്സൊക്കെയാണ്. ഒന്നാമത്തെ പവർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ജൂറിസെക്ഷൻ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ സുപ്രീം കോടതി ഇടപെട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിൽ അടി നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നടന്നിട്ടില്ല, ഇനി നടന്നാൽ നമ്മുടെ സുപ്രീം കോടതി മീഡിയേറ്ററായിട്ട് നിന്ന് ആ പ്രശ്നം പരിഹരിക്കും. അതാണ് ഒറിജിനൽ ജൂറിസെക്ഷൻ. ഇനി അപ്പീലേറ്റ് ജൂറിസെക്ഷൻസ് എന്ന് വെച്ചാൽ ലോ കോടതികൾ, അതായത് സുപ്രീം കോടതിക്ക് താഴെ വരുന്ന ഹൈക്കോടതി, അതിന് താഴെ സബോർഡിനേറ്റ് കോടതി. അപ്പം ഈ ഹൈക്കോടതിയിലോ സബോർഡിനേറ്റ് കോടതിയിലോ നടക്കുന്ന കേസുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ അയക്കാം. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഹൈക്കോടതി നടക്കുന്ന അപ്പീലേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് അണ്ടറിൽ വരുന്ന 3 തരത്തിലുള്ള കേസുകളാണ്. ഒന്നാമത് വരുന്നത് സിവിൽ മാറ്റേഴ്സിലെ കേസ്. സിവിൽ മാറ്റേഴ്സിലെ കേസ് എന്ന് വെച്ചാൽ ലാൻഡ് ഡിസ്പ്യൂട്ട്, ഡിവോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അടുത്ത് ക്രിമിനൽ മാറ്റേഴ്സിലെ കേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ മോഷണം, ഫ്രോഡ് പരിപാടി, അങ്ങനെയുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സിലെ കേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ആരെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ്, ഇപ്പം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് അപ്പീലേറ്റ് ജൂറിസെക്ഷൻ അകത്ത് വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു അധികാരം എന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ ഏതാണെന്ന് നോക്കാം. ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുപ്രീം കോടതിക്ക് പാർലമെൻറ്റോ നിയമനിർമ്മാണ സഭയോ പാസ്സാക്കുന്ന എന്തെങ്കിലും ഒരെണ്ണത്തിൽ തെറ്റ് കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അവർക്ക് ആ ഒരു നിയമം ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പം നിയമനിർമ്മാണ സഭയോ പാർലമെൻറ്റോ പാസ്സാക്കിയ ഏതെങ്കിലും ഒരു നിയമത്തിൽ തെറ്റ് കണ്ടാൽ നമുക്ക് ആ നിയമം വേണ്ടാന്ന് വെക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ സുപ്രീം കോടതിക്കുണ്ട്. ഇത്രയാണ് നമുക്ക് ജുഡീഷ്യലിൽ വരുന്നത്. ഇനി അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വൈസറി ജൂറിസെക്ഷൻ ഓഫ് സുപ്രീം കോടതി, അതായത് നമ്മുടെ പ്രസിഡൻറ്റിന് ജുഡീഷ്യൽ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ പ്രസിഡൻ്റ് അടുത്ത് സുപ്രീം കോടതി അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ടോ അദ്ദേഹത്തിന് വേണ്ട അഡ്വൈസുകൾ കൊടുക്കും. പിന്നെ റിവ്യൂ ഓൺ ജഡ്ജ്മെൻറ്റ് ഓഫ് സുപ്രീം കോടതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കീഴ്ക്കോടതികളിലോ സബോർഡിനേറ്റ് കോടതികളിലോ ഹൈക്കോടതിയിലോ നടന്ന കേസുകൾ എന്തെങ്കിലും ജഡ്ജ്മെൻറ്റിൽ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഇത്രയാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ പവേഴ്സിൽ വരുന്നത്. ഇനി വരുന്നത് എന്താണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്നതാണ്. കോർട്ട് ഓഫ് റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിലെ എല്ലാ കേസുകളുടെയും എല്ലാ ഫയലുകളും സുപ്രീം കോടതിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? അതായത് സുപ്രീം കോടതിയിൽ നടന്ന കേസുകളുടെ എല്ലാ റെക്കോർഡും സുപ്രീം കോടതിക്കകത്ത് തന്നെ കാണും. അതേപോലെ തന്നെ ഓരോ കോടതികളിൽ നടക്കുന്ന കേസുകളുടെയൊക്കെ റെക്കോർഡിങ്സ് എവിടെ കാണും? അതാത് കോടതിക്കകത്ത് തന്നെ സേവ് ചെയ്ത് വെച്ചേക്കും. എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടും. ഇതിനെയാണ് നമ്മൾ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇതിലേതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നോട്ടോ കാര്യങ്ങളോ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.